കാമാഖ്യ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഒരു ഉമാ മഹേശ്വര ക്ഷേത്രമുണ്ട്. ആ ഉമാ മഹേശ്വരൻ എന്ന് പറയുന്നത് ഈ ശിവൻ തപസ്സിരിക്കുന്ന സമയത്ത് പാർവതി ഉമ ഈ ശിവനെ കാക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ തപസ് ചെയ്യുകയും എന്നിട്ട് ഒരു മാറ്റവും ഇല്ലാത്തപ്പോൾ കാമദേവനെ അയച്ചിട്ട് കാമദേവൻ ശിവന്റെ അടുത്ത് വരുന്ന സമയത്ത് കാമദേവനെ ശിവൻ കൊല്ലുകയും ആ കൊന്നു കഴിഞ്ഞ സമയത്ത് കാമദേവന്റെ ഭാര്യ വന്നിട്ട് എൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും പുനർജീവിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള കഥ. ഈ കഥയൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഭഗവാന്മാർക്ക് പോലും കാമവും ആ കാമം ഇല്ലാത്തൊരവസ്ഥയിൽ ശിവനെ കാമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാമദേവനെ അയച്ചിട്ട് ആലോചിച്ചൊക്കെ എന്തൊക്കെ കഥകളാണെന്ന്. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ സമാധിയിലെത്തിയിട്ടുള്ള ശിവനാണ് സമാധിയുടെ ഭഗവാൻ. ആ ഭഗവാനെ ഉണർത്താൻ വേണ്ടി കാമദേവന് സാധിച്ചു എന്നാണ്. അങ്ങനെ കഴിഞ്ഞ സമയത്ത് പിന്നെ വന്നിട്ടുള്ള പാർവതിയും പണ്ട് ജന്മത്തിലുണ്ടായിരുന്ന ഉമയും ഒന്നാണെന്ന് മനസ്സിലാക്കുകയും അവർ വിവാഹം നടത്തി എന്നുള്ള സ്ഥലവും ഗോഹട്ടിയിലുള്ള ക്ഷേത്രമാണ്. അപ്പം ഇത് ഈ കഥകളൊക്കെ പറയുന്ന സമയത്ത് അതിന് ഒരു ബയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചിത്രകാരന് തോന്നുന്ന അല്ലെങ്കിൽ ഒരു സ്കൾപ്ചറിന് തോന്നുന്ന ഏറ്റവും നല്ല ശില്പങ്ങൾ എന്തായിരിക്കും? ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാവും അല്ലേ? ഇതുപോലെ ഇറോട്ടിക് ആയിട്ടുള്ളതാണ്. എന്താണ് കാമാഖ്യ ക്ഷേത്രത്തിലെ വിഗ്രഹം? ദേവിയുടെ യോനിയാണ്. ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ്. ഓരോ സ്ഥലത്തും ദേവീ സങ്കല്പങ്ങളിൽ അവരുടെ വ്യത്യസ്തമായ ഭാവങ്ങളും രൂപങ്ങളും സ്പെയർ പാർട്ടുകളെന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് സൗന്ദര്യലഹരി? ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ള സൗന്ദര്യലഹരി എന്ന് പറയുന്ന ദേവിയുടെ ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് വർണ്ണിച്ചിട്ട് പ്രകീർത്തിക്കുന്നതാണ്. അതിൽ വിട്ടിട്ടുള്ള ഒരു ഭാഗവുമില്ല. ദേവിയുടെ ഓരോ ഭാഗങ്ങളുടെയും ഭംഗി പൂർണ്ണമായിട്ടും വർണ്ണിച്ചിരിക്കുകയാണ്. ഇത് ദേവിയുടെ അത് വായിക്കുന്ന സമയത്ത് അത് ഇറോട്ടിക്കാണെന്ന് തോന്നാം, കാമസങ്കല്പമുള്ളതാണെന്ന് തോന്നാം, സെക്ഷൽ ആണെന്നും തോന്നാം. അതേ സമയത്ത് അഡോർഷൻ എന്നുള്ള ഒരു അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന കുട്ടിക്ക് ഏത് സങ്കല്പത്തിലാണ് മുലപ്പാൽ കുടിക്കുക? അതേ സമയത്ത് പ്രായം കൂടുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ചിന്തകൾ വ്യത്യസ്തം ഉണ്ടാവും. അപ്പം നമ്മളൊരു ദേവന്റെ അടുത്തും ദേവിയുടെ അടുത്തും പോകുമ്പോൾ ഏത് ലെവലിലാണ് നമ്മൾ പോകേണ്ടത്? ചെറിയൊരു കുട്ടിയുടെ ലെവലിൽ പോകണം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.